ഹായ് ഓൾ, നീറ്റ് 2025 കഴിഞ്ഞു. ഞാൻ ഒരുപാട് കുട്ടികളുടെ റിയാക്ഷൻസും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വായിക്കായിരുന്നു. ബട്ട് എനിക്ക് വളരെ പ്രയാസകരമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീറ്റ് കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ, ഈവൻ റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ, അവർ സൂപ്പർ റിപ്പീറ്റേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതിയ കമൻറ്റ്, 2 വർഷം മിസ്സായി, അല്ലെങ്കിൽ 3 വർഷം വെറുതെ കളഞ്ഞതായി തോന്നുന്നു, കരഞ്ഞുപോയി, ഇന്നലെ മൊത്തം കരച്ചിലായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടു. പക്ഷേ ബേസിക്കലി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും. ഞങ്ങളുടെ അത്രയും വലിയൊരു അധ്വാനമാണ്. മനസ്സിലാക്കേണ്ടത് ഞാനും അത്തരം ഫേസിലൂടെ ഒക്കെ കടന്നുപോയ ആൾ തന്നെയാണ്. നിങ്ങളുടെ ഫീലിങ്സ് പൂർണ്ണമായും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എക്സാം ടഫായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. ആരെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ നോക്കി എവിടെയെങ്കിലും എക്സാം വളരെ ഈസി ആയിരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ എക്സാം ടഫായിരുന്നു, അല്ലെങ്കിൽ നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ ഇടയായി ഉള്ള ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ തന്നെ ഫിസിക്സ് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു, ബയോളജി കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ഈസി ആണെങ്കിലും കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവരും ഒരേപോലെ അനാലിസിസ് നടത്തുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പാനിക് ആവുന്നത്? ഇതാണ് നമ്മൾ ബേസിക്കലി നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് പാനിക് ആവുന്നത്? നമ്മളുടെ മുമ്പിൽ നീറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീറ്റിന് ഒരു നല്ലൊരു MBBS സീറ്റ് കിട്ടാൻ വേണ്ട മാർക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുള്ള ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കട്ട് ഓഫ് ഉണ്ട്, അല്ലേ? ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്സ് ഉണ്ട്. ആ മാർക്സിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് നമ്മളിപ്പോൾ പാനിക് ആവാൻ കാരണം, അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുക, കഴിഞ്ഞ വർഷത്തെ കേരള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 674 ആണ്. 674 ഉണ്ടെങ്കിൽ മാത്രമേ, അത്രയും മാർക്സ് 720ൽ 674 ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓൾ ഇന്ത്യയിലാണെങ്കിൽ അത് 652 എന്ന് പറയുന്ന ഒരു മാർക്സിലൊക്കെയാണ്. അത്രയും മുകളിലായിരുന്നു കട്ട് ഓഫ്. അപ്പോൾ നമ്മളിങ്ങനെ പൊതുവേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫിഗറാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനു മുമ്പും അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഏകദേശം ആ 600ന് മുകളിലുള്ള വലിയ നമ്പേഴ്സാണ് നമുക്ക് പരിചയമുള്ളത്. അപ്പോൾ ആ 600ന് മുകളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 620, 640, 650 അതിൻ്റെയൊക്കെ മുന്നിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന ഉറപ്പിന്മേലാണ് നമ്മൾ എന്ത് ചെയ്തത്, എക്സാം എഴുതാൻ പോകുന്നത്. ബട്ട് ഇതുവരെയുള്ള ഒരു ഗ്രാജുവൽ പാറ്റേണിൽ നിന്ന് കംപ്ലീറ്റ്ലി തകിടം മറിഞ്ഞുകൊണ്ടുള്ള എക്സാം ആയിരുന്നു ഇപ്രാവശ്യം, അല്ലേ? അത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ, എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, എന്തായാലും ടഫസ്റ്റ് എക്സാം അല്ലെങ്കിൽ ടഫായിട്ടുള്ള എക്സാം എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അത് ഉറപ്പായിട്ടും ലോവർ കട്ട് ഓഫിലേക്ക് നയിക്കും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായി പാനിക് ആവരുത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ നമ്മൾ വെറുതെ പാനിക് ആവേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കറിയാം, കുറച്ചുകൂടിയൊക്കെ ടഫായിട്ടുള്ള എക്സാംസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, നീറ്റിൻ്റെ തന്നെ ചരിത്രത്തിൽ നല്ല ടഫായിട്ടുള്ള എക്സാംസ് പരിശോധിച്ച് നോക്കിയാൽ 2018 എക്സാംസ് അത്യാവശ്യം നല്ല ടഫായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അതിൻ്റെ റാങ്ക്സ് ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ പാനിക് അടിക്കുന്നത് എത്രത്തോളം അർത്ഥശൂന്യമാണെന്ന് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, 2018 നീറ്റിലുള്ള ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള കുട്ടി അന്ന് കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ളത് 664 എന്ന് പറയുന്ന ഒരു മാർക്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. 664 ഫസ്റ്റ് റാങ്ക് കേരളത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മാർക്സും ഈ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 മാർക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾ. 664 എന്ന് പറയുന്ന ഫസ്റ്റ് റാങ്ക്, കേരള ഫസ്റ്റ് റാങ്കിന് കഴിഞ്ഞ വർഷം കേരളത്തിൽ ഒരു സീറ്റും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 670ൻ്റെ മേലായിരുന്നു കട്ട് ഓഫ്. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടിക്ക്, കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടിക്ക് കഴിഞ്ഞ വർഷം അതുമായിട്ട് നേരെ നമ്മൾ അതേപോലെ ഇപ്പം നമ്മുടെ മനസ്സിൽ ഇമോഷണലി ചെയ്യുന്ന ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ സീറ്റ് തന്നെ കിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു 250 റാങ്കിനുള്ളിൽ വരുന്നത് ഏകദേശം വരുന്നത് 598 ആണ്. അതായത് 600ൻ്റെ താഴെയാണ് 250 റാങ്ക്, കേരളത്തിൽ 250 റാങ്ക് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഹാർഡ് എക്സാം ആകുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ കട്ട് ഓഫ് താഴെ പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 558 ആണ് അന്ന് 1000 റാങ്ക്, ആദ്യത്തെ 1000 റാങ്കിന് ഉണ്ടായിരുന്ന ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 558 ആയിരുന്നു. അപ്പോൾ അത്രയും താഴോട്ട് അന്ന് കട്ട് ഓഫ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം അതിനേക്കാളൊക്കെ ടഫായിരുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ താഴേക്ക് പോകാനാണ് ചാൻസ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നമ്മൾ ഏകദേശമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500ന് മുകളിലേക്ക് മാർക്സ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഈസ് വെരി ഹൈ.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷനൊക്കെ നമുക്ക് വഴിയെ നടത്താം. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 500 മുകളിലേക്ക് മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ് MBBS കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 640 അല്ലെങ്കിൽ 650 നമ്മൾ കണ്ട ഒരു വാല്യൂ ഇപ്രാവശ്യം 500 550 520 നമ്മൾ കൊടുക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പോൾ ബേസിക്കലി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, നീറ്റ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് അനാവശ്യമായി പാനിക് ആവാതിരിക്കുക. നിങ്ങൾ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഉണ്ടാക്കി നല്ല രൂപത്തിൽ സബ്ജക്ട് നോളജോടുകൂടി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുൻപ് കട്ട് ഓഫ് ഉയർന്ന കാലത്ത് എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതേ മാർക്സ് ആയിരിക്കില്ല, ആ ഫിഗേഴ്സ് മാറ്റം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ റാങ്ക് ഏകദേശം അതിൻ്റെയൊക്കെ ഒരു റൗണ്ടിൽ തന്നെയാണ് വരിക. കുറച്ചൊക്കെ പിന്നെ ഈ ഫിസിക്സിന് കൂടുതൽ സമയം കളഞ്ഞോ, അതിൻ്റെ പേരിൽ ബയോളജിക്കും കെമിസ്ട്രിക്കും സമയം കുറഞ്ഞോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റർ ചെയ്തേക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് പൊതുവിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള റാങ്ക് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. എക്സാമിൻ്റെ ആ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ 2 വർഷം മുഴുവനായും പോയി തീർന്നു, ഇനി എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തീർന്നു എന്ന രൂപത്തിലേക്ക് പോകാൻ നമ്മളെ ഒരിക്കലും പ്രേരിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് നല്ല സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ, നല്ല രൂപത്തിൽ ഫൗണ്ടേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ വർഷം നമുക്ക് കിട്ടും എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി റിപ്പീറ്റേഴ്സിനോടൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വഴിക്കിറങ്ങി തിരിച്ചാണ്, അല്ലേ? അതിൽപ്പെട്ട ഒരു പ്രതിബന്ധമായിട്ടാണ് ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ ടഫ്നെസ് എന്ന് വന്നിട്ടുള്ളത്. അതൊരു പക്ഷേ കൂടുതൽ നമുക്ക് എളുപ്പമാവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേ ഈസിയർ ആക്കാനാണ് ചാൻസ് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള അനാലിസിസുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് പാനിക് ആവാതിരിക്കുക. അതിനൊക്കെ അപ്പുറത്ത് നീറ്റ് ഈസ് നോട്ട് എൻഡ് ഓഫ് ലൈഫ്, അല്ലേ? എക്സാമിന് മുമ്പ് ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഡെഡ് എൻഡ് അല്ല, അതോടുകൂടി എല്ലാം കഴിയുന്ന, അത് കിട്ടിയില്ലെങ്കിൽ തീരാൻ പോകുന്ന ഒന്നല്ല നീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അപ്പുറത്തേക്ക് നീറ്റിനേക്കാൾ നല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അതിനേക്കാൾ നല്ല അവസരങ്ങൾ വേറെ ഉണ്ടാകുമായിരിക്കാം. അതിലേക്ക് നമുക്ക് നയിക്കുന്ന ഒരു ഫാക്ടറായിരിക്കാം ഇത്തരം എക്സാംസും അതിൻ്റെ ടഫ്നെസ്സും. അതുപോലെ തന്നെ അതിൽ ഒരു പക്ഷേ നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു നന്മയുണ്ട് എന്ന രൂപത്തിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് അനാവശ്യമായി ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മളെന്തായാലും നമ്മുടെ പാട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, റൈറ്റ്? നമ്മൾക്ക് ചെയ്യാനുള്ളത് നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ, നന്നായി അധ്വാനിച്ചിട്ടുണ്ടല്ലോ, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഉറക്കം ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾ ഇത് ചെയ്ത ആളുകൾക്കാണല്ലോ ടെൻഷൻ. അല്ലാത്തവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അല്ലാത്തവരെ നമ്മളുടെ അവരെല്ലാം ഞാൻ പിന്നെ അഡ്രസ്സ് ചെയ്യുന്നത് കുറച്ച് നന്നായി പഠിച്ച, നന്നായി പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത, ഉറക്കം ഒഴിച്ച, ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ അതിനുവേണ്ടി തയ്യാറെടുത്ത ആളുകൾക്കാണല്ലോ ഈ ഒരു ടെൻഷൻ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു റിഗ്രറ്റ് ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അത് വെതർ നിങ്ങൾക്ക് നീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ പാർട്ട് നന്നായി ചെയ്ത ആളുകൾക്ക് നീറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ് ഇപ്രാവശ്യം എക്സാം ടഫ് ആയതോടുകൂടി സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് ഫോർ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമ്മൾ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ പാർട്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് എക്സാം കഴിഞ്ഞു, ഇനി നമ്മൾ കുറേ ടെൻഷൻ അടിച്ചു എന്നുള്ളതുകൊണ്ട് മാർക്സിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. നമ്മൾ കുറേ ആലോചിച്ചു, ഓവർ തിങ്ക് ചെയ്തു, അങ്ങനെ ഇങ്ങനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സാം നമ്മളവിടെ കഴിഞ്ഞു, നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വരുന്നത് എല്ലാം നന്മക്കായിരിക്കും. നമുക്കിനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ഒരു നീറ്റ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് ജീവിക്കാനുണ്ട്, ആസ്വദിക്കാനുണ്ട്. അതിലേക്കൊക്കെയുള്ള ഒരു വഴിയായി ഈ നീറ്റ് എക്സാംസ് മാറും. അത് നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും എന്ന രൂപത്തിൽ പോസിറ്റീവായി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് റിലാക്സ് ആവുക. പിന്നെ കാര്യങ്ങൾ കുറേ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരുപാട് ന്യൂസുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയൊക്കെ നമ്മുടേതായ രീതിയിൽ അവഗണിക്കേണ്ടതിനെ അവഗണിച്ചുകൊണ്ടും പരിഗണിക്കേണ്ടതിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.